ഹലോ സ്റ്റുഡൻസ്. സോ ഒരുപാട് നാളത്തേക്ക് ശേഷം വീണ്ടും ഞാൻ തിരിച്ചു വന്നേക്കാണ് നിങ്ങൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഞാൻ നിങ്ങളോട് ചെറിയ കള്ളം പറഞ്ഞു. ഞാൻ ആദ്യത്തെ 2 ക്ലാസ് കഴിഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞതാണ്. ഇനി മുതൽ അങ്ങോട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്ലാസ്സുകളും വിട്ട് തരുന്നുള്ള കാര്യം. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലേ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇന്നോട് എല്ലാവരും ഒന്ന് എന്ത് ചെയ്യുക, എന്നോടൊന്ന് ക്ഷമിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് എക്സാം വരാൻ പോവാണ്. അപ്പോൾ എക്സാമിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇംഗ്ലീഷിന് നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് വേണം നമുക്ക് ഇംഗ്ലീഷ് എക്സാം എഴുതാൻ പോകാൻ അല്ലേ. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പഠിക്കുക. മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, പരമാവധി എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി എഴുതാട്ടോ നമ്മുടെ എക്സാം. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിലെ ബാക്കി പാർട്ടിലോട്ട് കടക്കാട്ടോ. സോ ആക്ച്വലി നമ്മൾ എടുത്തുകൊണ്ടിരുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഹോണസ്റ്റി പേസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആയിരുന്നു. എൻ്റെ അതിൽ തന്നെ ആദ്യത്തെ 2 പാർട്ട് മീൻസ് ദ ഫാർമർ എന്ന് പറഞ്ഞ പാർട്ടും അതുപോലെ തന്നെ എ സേഫ് പ്ലേസ് എന്ന് പറഞ്ഞ പാർട്ടും എന്താണ് നമ്മൾ എടുത്തു കഴിഞ്ഞു അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അതിലടുത്ത പാർട്ടായിട്ടുള്ള ദ ഡിസിഷൻ എന്ന പാർട്ടിലോട്ട് കടക്കാട്ടോ. എന്താണ് ദ ഡിസിഷൻ, അതായത് ആ തീരുമാനം. ഡിസിഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനം. സോ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കാറ്, അതായത് ആദ്യം ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്കൊന്ന് വായിച്ചു തരും. അതിനുശേഷം അതിൻ്റെ അർത്ഥം പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, എൻ്റെ കൂടെ നിങ്ങൾ എല്ലാവരും വായിക്കാട്ടോ. അങ്ങനെ എന്ത് ചെയ്യണം, നമ്മളെല്ലാവരും ഒരുമിച്ച് വേണം എന്ത് ചെയ്യാൻ, ഇത് പഠിക്കാൻ വേണ്ടിയിട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കാട്ടോ. ദ ഡിസിഷൻ, ആ തീരുമാനം. മന്ത് പാസ്ഡ്. മന്ത് പാസ്ഡ്. മന്ത് എന്ന് പറഞ്ഞാൽ മാസങ്ങളാട്ടോ. പാസ്ഡ് എന്ന് പറഞ്ഞാൽ കടന്നുപോയി. മന്ത് പാസ്ഡ്, മാസങ്ങൾ കടന്നുപോയി. ധും ധും ധും. എന്താണ് ധും ധും ധും. ദ ഫാർമർ ആൻഡ് ഹിസ് വൈഫ് ഹേർഡ് ദ സൗണ്ട് ഓഫ് ഡ്രംസ്. ദ ഫാർമർ ആൻഡ് ഹിസ് വൈഫ് ഹേർഡ് ദ സൗണ്ട് ഓഫ് ഡ്രംസ്. ദ ഫാർമർ ആൻഡ് ഹിസ് വൈഫ് ഹേർഡ് ദ സൗണ്ട് ഓഫ് ഡ്രംസ്. ഫാർമർ എന്താണ്, നമ്മുടെ കർഷകനാണ്, കൃഷിക്കാരനാണ്. വൈഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് കേട്ടോ. വൈഫ് എന്ന് പറഞ്ഞാൽ ഭാര്യ. ഹിയേഡ് എന്ന് പറഞ്ഞാൽ കേട്ടു എന്നാണ് കേട്ടോ. ഹിയേഡ്, ഹിയേഡ് നമുക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, ഹിയേഡ് മീൻസ് അവിടെ ആർ എന്താണ്, സൈലന്റ് ആണ്. സോ ഹിയേഡ് ദ സൗണ്ട് ഓഫ് ഡ്രംസ്. എന്താണ്, എന്തിന്റെ സൗണ്ടാണ് കേൾക്കുന്നത്, ഡ്രംസിലെ, അതായത് ചെണ്ടയുടെ ശബ്ദം. നമ്മുടെ കർഷകനും അദ്ദേഹത്തിന്റെ ഭാര്യയും ചെണ്ടയുടെ ശബ്ദം കേൾക്കുകയാണ് അല്ലേ. ആ ശബ്ദമാണ് എന്ത്, ഡും 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 എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. ആൻ അനൗൺസ്മെന്റ് എക്കോഡ് ഇൻ ദ എയർ. ആൻ അനൗൺസ്മെന്റ് എക്കോഡ് ഇൻ ദ എയർ. ഒരു അനൗൺസ്മെന്റ്, അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ വിളംബരം കേട്ടോ. വിളംബരം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ കാണാറില്ല, ഓരോ വണ്ടികളിൽ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് പോകുന്നത്. അപ്പം അന്നത്തെ കാലത്ത് മീൻസ് നമ്മുടെ രാജഭരണ കാലത്തൊക്കെ എങ്ങനെയാണ്, നമ്മുടെ ഒരു ബടൻ വന്നിട്ട് എന്ത് ചെയ്യും, ചെണ്ട മുട്ടിയിട്ട് ഓരോ വിളംബരം, രാജാവ് പുറപ്പെടുവിക്കുന്ന ഓരോ വിളംബരങ്ങൾ അവരെന്ത് ചെയ്യും, നാട്ടിൽ ഗ്രാമത്തിലോട്ട് ഇറങ്ങി വന്നിട്ട് ചെണ്ട മുട്ടിയിട്ട് വിളംബരം ചെയ്യാറാണ് കേട്ടോ. അപ്പൊ അതാണെന്ത് പറഞ്ഞത്, ഞാൻ അനൗൺസ്മെന്റ് എക്കോയിഡ് ഇൻ ദ എയർ. ഒരു വിളംബരം ആ കാറ്റിലുണ്ടാണ്, എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓ, ഇറ്റ്സ് എ കാർണിവൽ, ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ്, ഹിസ് വൈഫ് സെയ്ഡ്. ഓ, ഇറ്റ്സ് എ കാർണിവൽ, ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ്, ഹിസ് വൈഫ് സെയ്ഡ്. ഓ, ഇറ്റ്സ് എ കാർണിവൽ. കാർണിവൽ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് നടക്കുന്ന ഒരു പരിപാടി കേട്ടോ. വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു വലിയൊരു പരിപാടിയാണെന്ന് കാർണിവൽ എന്ന് പറഞ്ഞാൽ. ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ്, ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഐ വിഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു, എനിക്കതൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഐ കുഡ് സീ ഇറ്റ്, എനിക്കതൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഹിസ് വൈഫ് സെയ്ഡ്, അദ്ദേഹത്തിന്റെ ഭാര്യ എന്താണ് പറയാണ്. ബട്ട് വി ഡോണ്ട് ഹാവ് എനി മണി, ദ ഫാർമർ റിപ്ലൈഡ്. ബട്ട് വി ഡോണ്ട് ഹാവ് എനി മണി, ദ ഫാർമർ റിപ്ലൈഡ്. പക്ഷെ നമ്മുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ. നമ്മുടെ കർഷകൻ എന്താണ് തിരിച്ചു പറയാണ്, നമ്മുടെ കയ്യിൽ മണി എന്ന് പറഞ്ഞാൽ പൈസയാണ്, നമ്മുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ. ദ ഫാർമർ റിപ്ലൈഡ്. റിപ്ലൈഡ് എന്ന് പറഞ്ഞാൽ തിരിച്ച് പറഞ്ഞു നാട്ടോ, മീൻസ് മറുപടി പറഞ്ഞു എന്നാണ് റിപ്ലൈഡ് എന്ന് പറഞ്ഞാൽ. എവറി ഡേ യു വർക്ക് ലൈക്ക് എ ഹോസ് ബട്ട് യുവർ പോക്കറ്റ്സ് ആർ ഓൾവേസ് എംപ്റ്റി, ഹിസ് വൈഫ് സെഡ്. എവറി ഡേ എവറി ഡേ യു വർക്ക് ലൈക്ക് എ ഹോസ്. എല്ലാ ദിവസവും നിങ്ങൾ എന്താണ്, ഒരു കുതിരയെ പോലെ പണിയെടുക്കുന്നുണ്ട്. ഹോസ് എന്ന് പറഞ്ഞാൽ കുതിര. ബട്ട് യുവർ പോക്കറ്റ്സ് ആർ ഓൾവേസ് എംപ്റ്റി. പക്ഷെ നിങ്ങളുടെ പോക്കറ്റ്, നമ്മുടെ ഷർട്ടിലൊക്കെ പോക്കറ്റുകൾ ഉണ്ടാവില്ല, നമ്മുടെ പൈസ ഇടാനൊക്കെ വേണ്ടിയിട്ട്, അത് എപ്പോഴും കാലിയാണ്. എംപ്റ്റി എന്ന് പറഞ്ഞാൽ കാലി. ഹിസ് വൈഫ് സെയ്ഡ്. ഓക്കെ, എന്താണ്, നമ്മുടെ ഭാര്യ പറഞ്ഞുണ്ട്, എനിക്ക് കാർണിവലിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്, എനിക്കെന്താണ് അതൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് നമ്മുടെ ഭാര്യ പറയുന്ന സമയത്ത് നമ്മുടെ ഭർത്താവായിട്ടുള്ള കർഷകൻ പറയുകയാണെന്ത്, പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ, നമുക്ക് ആ കാർണിവൽ കാണണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കേണ്ട, പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഭാര്യ സങ്കടത്തോടെ പറയണത്, നിങ്ങൾ എന്നും കുതിരയെ പോലെ നന്നായിട്ട്
പണിയെടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പോക്കറ്റ് എപ്പോഴും കാലിയാണ്. ഒന്നിനും നിങ്ങളുടെ കയ്യിൽ എന്തില്ല, പൈസ ഇല്ല എന്നുള്ള കാര്യം നമ്മുടെ ഭാര്യ പറയാണ് ട്ടോ. ദ ഫാർമർ ലെഫ്റ്റ് ദ ഹൗസ് വിത്തൗട്ട് അട്ടറിങ് എ വേർഡ്. ദ ഫാർമർ ലെഫ്റ്റ് ദ ഹൗസ് വിത്തൗട്ട് അട്ടറിങ് എ വേർഡ്. നമ്മുടെ കർഷകൻ എന്താണ് ഇത് കേട്ടപ്പോൾ കർഷകന് സങ്കടമായി. കർഷകൻ ഒന്നും പറയാതെ അട്ടറിങ് എ വേർഡ് എന്ന് പറയുമ്പോൾ ഒന്നും ഉരുവിടാതെ എന്താണ് നമ്മുടെ കർഷകൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഹൗസ് എന്ന് പറയുമ്പോൾ വീടാണ്. അട്ടറിങ് എ വേർഡ്, വിത്തൗട്ട് അട്ടറിങ് എ വേർഡ്, ഒന്നും ഉരുവിടാതെ എന്താണ് നമ്മുടെ കർഷകൻ സങ്കടത്തോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഷീ ഹാസ് നെവർ ഡിമാൻഡഡ് എനിത്തിങ് ടിൽ നൗ. ഹൗ ക്യാൻ ഐ ടേക്ക് ഹെർ ടു ദ കാർണിവൽ? ഷീ ഹാസ് നെവർ ഡിമാൻഡഡ് എനിത്തിങ് ടിൽ നൗ. ഹൗ ക്യാൻ ഐ ടേക്ക് ഹെർ ടു ദ കാർണിവൽ? അവൾ എന്നോട് ഇതുവരെ ഒന്നും ആവശ്യപ്പെട്ടില്ല. അവൾ എന്നോട് ആദ്യമായിട്ടുള്ളൊരു കാര്യം ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ് എനിക്ക് അവൾ ആ ഒരു കാർണിവൽ, ആ ഒരു പരിപാടിയെ കൊണ്ടുപോകാൻ പറ്റുകയെന്ന് നമ്മുടെ കർഷകനോട് തന്നെ ചോദിക്കുക കേട്ടോ. ഷീ ഹാസ് നെവർ ഡിമാൻഡഡ് എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടു. ഓക്കെ, ഡിമാൻഡഡ് എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടു. എനിത്തിങ് ടിൽ നൗ, എനിത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നും. ഓക്കെ, ഒന്നും എന്താണ് എനിത്തിങ്. ഹൗ ക്യാൻ ഐ ടേക്ക് ഹെർ ടു ദ കാർണിവൽ? എനിക്ക് എങ്ങനെയാണ് അവളെ ഒന്ന് കാർണിവൽ കാണിക്കാൻ കൊണ്ടുപോകാൻ പറ്റുക? ഹി വാസ് വെരി സാഡ്. അദ്ദേഹം എന്താണ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. സാഡ് എന്ന് പറഞ്ഞാൽ ദുഃഖിതപ്പെട്ടു, സങ്കടപ്പെട്ടു എന്നാട്ടോ. സഡൻലി ഹി തോട്ട് അബൌട്ട് ദ ഗോൾഡ് കോയിൻ. പെട്ടെന്ന് നമ്മുടെ കർഷകൻ എന്താണ് ആ ഒരു ഗോൾഡ് കോയിൻ, സ്വർണ്ണ നാണയത്തെ കുറിച്ച് ആലോചിക്കുകയാണ്. പണ്ട് പണിയെടുത്ത് ഉണ്ടാക്കിയ ആ ഒരു സ്വർണ്ണ കോയിൻ എന്താണ് നമ്മുടെ കൊട്ടാരത്തിന്റെ ഒരു മതിലിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു അല്ലേ. അപ്പം ഇപ്പോഴെന്താണ് നമ്മുടെ ആ ഒരു സ്വർണ്ണ കോയിനെ കുറിച്ചിട്ട് നമ്മുടെ കർഷകൻ ചിന്തിക്കുകയാണ്. ഹി ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക്. അദ്ദേഹം തീരുമാനിക്കുകയാണെന്ത് ആ കോയിൻ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററും ഡിസിഷനും എന്നുള്ളൊരു തലക്കെട്ട് കൊടുത്തു എന്ന് വെച്ചാൽ, ഡിസിഷൻ എന്താണ്, തീരുമാനം. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ആക്ച്വലി അദ്ദേഹം പണിയെടുത്തിട്ടുണ്ടാക്കിയ ഒരു നാണയം നമ്മുടെ കൊട്ടാരത്തിന്റെ ചുമരിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് ഒരുപാട് കാലം കഴിഞ്ഞു പോയില്ലേ. മീൻസ് മന്ത് പാസ്ഡ്, ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞു പോയി. അങ്ങനെ പെട്ടെന്നൊരു ദിവസം എന്താണ് നമ്മുടെ കർഷകന്റെ ഭാര്യയും ഒരു വിളംബരം കേൾക്കുകയാണ്. വിളംബരം എന്താണ്, നമ്മുടെ ഒരു ഭടൻ വന്നിട്ട് ചെണ്ട മുട്ടിയിട്ട് പറയുകയാണെന്ത് നമ്മുടെ രാജ്യത്തിന്റെ കാർണിവൽ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കർഷകന്റെ ഭാര്യ പറയാണ്, ഓ കാർണിവൽ ആണല്ലേ, എനിക്കതൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് നമ്മുടെ കർഷകന്റെ ഭാര്യ പറയാണ്. അപ്പൊ നമ്മുടെ കർഷകൻ തിരിച്ചു പറയുന്നുണ്ട് പക്ഷെ നമുക്കത് കാണാൻ പോകും നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ എന്നതാണ് നമ്മുടെ കർഷകൻ തിരിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഭാര്യ സങ്കടത്തോടെ പറയുന്നുണ്ട്, എല്ലാ ദിവസവും നിങ്ങൾ കുതിരയെ പോലെ പണിയെടുക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ പോക്കറ്റ് എപ്പോൾ നോക്കിയാലും കാലിയാണ്, ഒന്നും നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. നമ്മുടെ ഭാര്യ പയ്യാണ്. ആ സമയത്ത് എന്താണ് നമ്മുടെ കർഷകന് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ്. അദ്ദേഹം ഒന്നും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. എന്നിട്ട് ചിന്തിക്കുകയാണ്, എങ്ങനെ എൻ്റെ ഭാര്യ എന്നോട് ഇതുവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഇത്രയും കാലമായിട്ട് അവൾ എന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല, അവൾ ആദ്യമായിട്ടാണ് എന്നോടൊരു കാര്യം ചോദിക്കുന്നത്, അവളെ ഒന്ന് കാർണിവലിന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ആദ്യമായിട്ടാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പം എനിക്ക് എങ്ങനെ അവളൊന്ന് കാർണിവലിന് കൊണ്ടുപോകാൻ പറ്റാന്ന് നമ്മുടെ കർഷകൻ ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെന്ത് നമ്മുടെ കർഷകൻ ആലോചിച്ചത്, ഞാനൊരു സ്വർണ്ണ നാണയം ഒളിപ്പിച്ചു വെച്ചിരുന്നല്ലോ, അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കെന്താണ് എൻ്റെ ഭാര്യയെ കാർണിവൽ കാണിക്കാൻ കൊണ്ടുപോയിക്കൂടെ എന്ന് നമ്മുടെ കർഷകൻ ചിന്തിക്കുകയാണ്. ആൻഡ് അതിനനുസരിച്ച് എന്താണ് നമ്മുടെ കർഷകൻ തീരുമാനിക്കുകയാണ് അത് എടുക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു സ്വർണ്ണ നാണയം എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഒരു പിക്ചർ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഭാര്യ കർഷകനോട് ചോദിക്കുകയാണല്ലേ, നിങ്ങൾ പുതിയ പോലെ പണിയെടുത്തിട്ടും ഒന്നും കിട്ടുന്നില്ലോ എന്ന് ഭാര്യ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു പിക്ചറാണെന്ത് നമുക്ക് തന്നിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് രണ്ട് ചോദ്യങ്ങളുണ്ട്. വിൽ ദ ഫാർമർ ഗെറ്റ് ദ ഗോൾഡ് കോയിൻ ബാക്ക്? നമ്മുടെ കർഷകന് അദ്ദേഹത്തിന്റെ നാണയം തിരിച്ചു കിട്ടുമോ എന്നാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമതായിട്ട് വൈ ഡു യു തിങ്ക് സോ? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്? അതായത് നമ്മളോട് ചോദിക്കുകയാണെന്ത് നമ്മുടെ കർഷകൻ നാണയം എടുക്കാനുള്ള തീരുമാനം എടുത്തു. അപ്പം നാണയം കിട്ടുമോ, തിരിച്ച് നമ്മുടെ കർഷകന് തന്നെ നാണയം കിട്ടുമോ എന്നാണ് ആദ്യത്തെ ചോദ്യം. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്? കിട്ടുമെന്നാണെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ, അല്ല കിട്ടൂല എന്നാണെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ എന്നെന്താണ് നമ്മുടെ കർഷകൻ ചോദിക്കുകയാണ്. അപ്പം കർഷകനല്ല നമ്മോട് ചോദിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, നമ്മുടെ സ്വർണ്ണ നാണയം തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പറയാട്ടോ. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ല, ഞാൻ ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പറയാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ആ രീതിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകൾ എടുത്ത് പോവാട്ടോ. സോ ഈ ഒരു ചാപ്റ്റർ നല്ല രീതിയിൽ തന്നെ പഠിക്കാം. നാളെ എന്ത് ചെയ്യും, നമ്മൾ അടുത്തൊരു ക്ലാസ് ഇതിൽ ഇടുന്നതായിരിക്കും കേട്ടോ. സോ താങ്ക് യു മക്കളെ.